ഇനിയുള്ളത് ദഹരാധികരണം. അപ്പോൾ ഈ അധികരണത്തിൽ ദഹരാകാശം എന്നുള്ളതാണ് വിഷയം. ദഹരാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹരം അല്പം എന്നർത്ഥം. ദഹരാകാശം എന്ന് പറഞ്ഞാൽ അല്പാകാശം. ഇത് ഹൃദയാന്തർവർത്തിയായ അല്പാകാശം ബ്രഹ്മമാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഇത് നമുക്ക് ദഹരവിദ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് ഛാന്ദോഗ്യോപനിഷത്തിലെ 8-ാം അധ്യായം 1-ാം ഖണ്ഡത്തിലാണ് ഈ ദഹര ആകാശത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സൂത്രം ദഹര ഉത്തരേഭ്യഃ 14-ാമത്തെ സൂത്രം. അപ്പോൾ ദഹരാകാശം ബ്രഹ്മം തന്നെ ആകുന്നു എന്നുള്ളതാണ് ഈ അധികരണത്തിലൂടെ സമർത്ഥിക്കുന്നത്. അപ്പം അതിന് നമുക്ക് ഈ ദഹരാകാശത്തെ സംബന്ധിച്ച ഛാന്ദോഗ്യോപനിഷത്തിലെ 8-ാം അധ്യായത്തിലെ ഈ മന്ത്രങ്ങളുടെ അർത്ഥം ഒന്ന് കണ്ടുപോകാം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താണ് ചർച്ചയ്ക്ക് വരുന്നത് വിഷയം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. ഓം അഥ യദിദമസ്മിൻ ബ്രഹ്മപുരേ ദഹരം പുണ്ടരീകം വേശ്മ ദഹരഃ അസ്മിൻ അന്തരാകാശഃ തസ്മിൻ യദന്തഃ തദന്വേഷ്ടവ്യം തത്വാവ വിജിജ്ഞാസിതവ്യം. 1-ാമത്തെ മന്ത്രം ഇതാണ്. എൻ്റെ അർത്ഥം ഇതാണ്: ഈ ബ്രഹ്മപുരമായ ശരീരത്തിൽ ചെറുതായ പുണ്ടരീക സദൃശമായ ഗൃഹമുണ്ട്. ശരീരത്തിൽ പുണ്ടരീകം താമരയെ പോലെ ഒരു സ്ഥലമുണ്ട്, ഗൃഹമുണ്ട്. വേശ്മ ഗൃഹം നിർത്താം. അതിനുള്ളിൽ ചെറുതായ ആകാശം സ്ഥിതി ചെയ്യുന്നു. അപ്പം ഹൃദയത്തിനകത്ത്, ഹൃദയമാണ് ഇവിടുത്തെ ഗൃഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഗൃഹത്തിനുള്ളിൽ ചെറുതായ ദഹരഹ അസ്മിൻ അന്തരാകാശ. അസ്മിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പുണ്ടരീകത്തിനുള്ളിൽ, ദഹരഹ ആകാശ അല്പമായ ആകാശമുണ്ട്. അപ്പോൾ അതാണ് ഈ ദഹരാകാശം എന്ന് പറയുന്നത്, അല്പാകാശം. അതിനുള്ളിൽ യാതൊന്നുണ്ടോ അതാണ് അന്വേഷിക്കപ്പെടേണ്ടത്, അതുതന്നെയാണ് വിജിജ്ഞാസിതവ്യം, അതിനെയാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മന്ത്രം തുടങ്ങുന്നത്. അപ്പോൾ ഹൃദയവർത്തിയായിട്ടുള്ള ആകാശം എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ അന്വേഷണ വിഷയം. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ സാധാരണ അറിയാവുന്ന പോലെ ഇത് ബ്രഹ്മമാണ്. ഇപ്പോൾ ഹൃദയവർത്തിയായിട്ടിരിക്കുന്നു ബ്രഹ്മം, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അതിലേക്ക് എത്തുന്നത് ആ മന്ത്രങ്ങളാണ്, പിന്നെ ആ സൂത്രങ്ങളുമാണ് നമ്മളിനി കാണുന്നത്. ഏതൊക്കെ ന്യായങ്ങളാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണത് വിശദീകരിച്ച് പോകുന്നതെന്നുള്ളത്. 2-ാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ്: ഈ ശരീരത്തിനുള്ളിലുള്ള ഹൃദയപുണ്ടരീകം ചെറുതാണ്. ശരീരത്തിനുള്ളിലെ ഈ ഹൃദയ ആകാശം, ഈ താമര, ഹൃദയ താമര, അത് ചെറുതാണ്. അതിനുള്ളിലുള്ള ആകാശം അതിലും ചെറുതാണ്. അതിനുള്ളിൽ അന്വേഷിക്കേണ്ടതായിട്ടോ അറിയേണ്ടതായിട്ടോ എന്തുണ്ടാകുവാനാണ് എന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ആചാര്യൻ മറുപടിയായിട്ട് പറയേണ്ടത്. എങ്ങനെയാണത് പോയിരിക്കുന്നത്? അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ആകാശം എന്ന് പറയുന്നത് തന്നെ അല്പാകാശമാണ്. അങ്ങനെയുള്ള അതിനകത്ത് എന്താണ് അന്വേഷിക്കാനുള്ളത് എന്ന് തദത്ര വിദ്യതേ യത് അന്വേഷ്ടവ്യം തദ്വാവ, അങ്ങനെ അന്വേഷിക്കണം എന്ന് ചോദിച്ചാൽ, അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ വിജിജ്ഞാസിതവ്യം ഇതി സബ്രൂയാത്, അതാണ് അന്വേഷിക്കേണ്ടത് എന്ന് ആചാര്യന്മാർ പറയണം. എങ്ങനെയാണ് പറയേണ്ടത്? ഇങ്ങനെയാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്: ഈ ഭൗതികാകാശം എത്രത്തോളം മഹത്താണോ അത്രത്തോളം മഹത്താണ് ഈ ഹൃദയാകാശവും. ദ്യാവാ പൃഥിവികളും അഗ്നിയും വായുവും സൂര്യചന്ദ്രന്മാരും വിദ്യുത്തും നക്ഷത്രങ്ങളും മാത്രമല്ല, ദേഹിക്ക് ഈ ലോകത്തിൽ എന്തൊന്നുണ്ടോ എന്തൊന്നില്ലയോ അതെല്ലാം ഈ ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന്. ഈ ഹൃദയാകാശം അല്പം എന്നുള്ള ആ ഒരു ധാരണ വേണ്ട
ഇത് ഈ പുറത്തുള്ള ആകാശത്ത് എന്തെല്ലാമുണ്ടോ അതെല്ലാം തന്നെ ഇതിലുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ മന്ത്രം. ഈ ബ്രഹ്മപുരമെന്ന് പറയുന്ന ശരീരത്തിലാണ് എല്ലാ ഭൂതങ്ങളും, എല്ലാ കാമങ്ങളും, എല്ലാ ജഗത്തും സമാഹിതമായിരിക്കുന്നതെങ്കിൽ ഈ ശരീരത്തിന് ജര ബാധിക്കുകയോ അത് നശിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അന്യമായി മറ്റെന്താണ് പിന്നീട് ശേഷിക്കുക എന്ന് ശിഷ്യന്മാർ ആചാര്യന്മാരോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ മന്ത്രം, അടുത്ത മന്ത്രം, അടുത്ത ചോദ്യം, ശിഷ്യന്മാരുടെ ചോദ്യം ഇതാണ്. ഈ ശരീരം ക്ഷയിക്കുന്നതാണല്ലോ, നശിക്കുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബ്രഹ്മപുരം എന്ന് പറയുന്നത് ശരീരത്തിനെയാണ് എങ്കിൽ ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നശിക്കുമല്ലോ. ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ആചാര്യൻ ഇങ്ങനെ മറുപടി പറയണം. അടുത്ത മന്ത്രം: ഈ ശരീരത്തിന് ജര ബാധിച്ചതുകൊണ്ട് അന്തരാകാശമാകുന്ന ഭൂമാവിന് ജര ബാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഭൂമവിദ്യ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കാണുകയുണ്ടായി. സബ്രൂയ നസ്യ ജരയ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ മന്ത്രം ശരീരത്തെ ഹനിച്ചാലും അന്തരാകാശം ഹനിക്കപ്പെടുന്നില്ല. ഇതാവുന്നു സത്യമായ ബ്രഹ്മപുരം എന്ന്. അപ്പം ശരീരം നശിച്ചാലും നശിക്കാത്ത ഹൃദയാകാശം ആണ്, അതാണ് ദഹരാകാശം എന്നാണ് ഈ മന്ത്രം പറയുന്നത്. ഇതിലാകുന്നു എല്ലാ കാമങ്ങളും സമാഹിതമായിട്ടുള്ളത്. അത് ആത്മാവാകുന്നു. ഇത് പാപസ്പർശമില്ലാത്തതും ജരാവർജിതവും മരണരഹിതവും ശോകവിഹീനവും വിശപ്പും ദാഹവും ഇല്ലാത്തതും സഫലങ്ങളായ കാമങ്ങളോട് കൂടിയതും സത്യമായ സങ്കല്പങ്ങളോട് കൂടിയതുമാകുന്നു. ലോകത്തിൽ ജനങ്ങൾ യജമാനൻ്റെ ശാസന എപ്രകാരമോ അപ്രകാരം അനുവർത്തിക്കുന്നു. ഏതേത് ദേശത്തെയോ ജനപദത്തെയോ ക്ഷേത്രവിഭാഗത്തെയോ ആഗ്രഹിക്കുന്നുവോ അതതിനെ അവർ ഉപജീവിക്കുന്നു. അതായത് ഇതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ എല്ലാ കാമങ്ങളും സമാഹിതമായിരിക്കുന്നത് ഈ ഹൃദയാകാശത്തിലാണ്. അത് ആത്മാവാണ്, അത് പാപസ്പർശമില്ലാത്തതാണ്. അപ്പോൾ ഇതിനെ പ്രാപിച്ചില്ല എങ്കിൽ, ഇത് നേടിയില്ല എങ്കിൽ പിന്നീട് വലിയ നഷ്ടങ്ങളാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഈ ആത്മജ്ഞാനം നേടാതെ കർമ്മഫലമാണ് നേടുന്നതെങ്കിൽ അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത്. ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള സുഖാനുഭവങ്ങളെല്ലാം നശിക്കുന്നത് പോലെ പരലോകത്തിൽ പുണ്യം കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള ലോകവും നശിക്കുന്നു. അതായത് ഇത് വളരെയധികം എല്ലായിടത്തും കോട്ട് ചെയ്യുന്നൊരു മന്ത്രമാണ്. തദ്യഥായിഹ കർമ്മചിതോ ലോക ക്ഷീയത്തെ ഏവമേവ അമുത്ര പുണ്യചിതോ ലോക ക്ഷീയത്തെ. തദ്യഹ ഇഹ ആത്മാനമനനുവിദ്യ വ്രജന്തി ഏതാംശ്ച സത്യാൻ കാമാൻ തേഷാം സർവേഷു ലോകേഷു അകാമചാരോ ഭവത്യഥ യ ഇഹ ആത്മാനമനുവിദ്യ വ്രജന്തി ഏതാംശ്ച സത്യാൻ കാമാൻ തേഷാം സർവേഷു ലോകേഷു കാമചാരോ ഭവതി. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ വരി നമുക്ക് ഭാഷ്യത്തിലൊക്കെ എപ്പോഴെപ്പോഴും കാണുന്ന വരിയാണ്. യഥാ ഇഹ കർമ്മജിതോ ലോക ക്ഷീയത്തെ. കർമ്മത്താൽ നേടിയതായിട്ടുള്ള ലോകം ക്ഷയിക്കുന്നത്. ഏവമേവ അമുത്ര പുണ്യജിതോ ലോക ക്ഷീയത്തെ. അപ്രകാരം, ഏവം അപ്രകാരം, അമുത്ര അവിടെ സ്വർഗം. പുണ്യജിതോ ലോക ക്ഷീയത്തെ. പുണ്യത്താൽ നേടിയതായ ലോകം ക്ഷയിക്കുന്നു എന്ന്. ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള സുഖാനുഭവങ്ങളെല്ലാം നശിക്കുന്നത് പോലെ പരലോകത്തിൽ പുണ്യം കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള ലോകവും നശിക്കുന്നു. അതുകൊണ്ട് ആത്മാവിനെയും സത്യസങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന കാമങ്ങളെയും അറിയാതെ
ഈ ദേഹം വിട്ടുപോകുന്നവർക്ക് എല്ലാ ലോകങ്ങളിലും ഇഷ്ടം പോലെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതല്ല. ആത്മജ്ഞാനം കിട്ടാതെ പോകുന്നവർക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ആത്മജ്ഞാനം ആത്മാവിനെയും സത്യസങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന കാമങ്ങളെയും അറിഞ്ഞതിന് ശേഷം ശരീരം വിട്ടുപോകുന്നവർക്ക് എല്ലാ ലോകങ്ങളിലും ഇഷ്ടം പോലെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് കാമചാരഹ എന്ന പ്രയോഗം നടത്തിയത്. ആത്മജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമല്ല എന്ന്. സത്യാൻ കാമാൻ തേഷാം സർവേഷു ലോകേഷു കാമചാരോ ഭവതി എന്ന്. എല്ലാ ലോകങ്ങളിലും ഇഷ്ടം പോലെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ ആത്മജ്ഞാനം നേടിയവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സൂത്രങ്ങൾക്ക് ആധാരമായിട്ടുള്ള മന്ത്രഭാഗം. ഇനിയിപ്പോൾ നമുക്ക് സൂത്രം കാണാം. ദഹരഹ ഉത്തരേഭ്യ സൂത്രം 14. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്. ദഹരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രുതിയിൽ കാണുന്ന ദഹരാകാശം പരമേശ്വരൻ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഉത്തരേഭ്യ ഈ വാക്യത്തിൻ്റെ അവസാനത്തിൽ അതിനെ ഉറപ്പിക്കുന്ന ശ്രുതിയും ലിംഗവും ഉള്ളത് തന്നെ എന്ന്. അപ്പോൾ അതേതാ? അഥ യദിദമസ്മിൻ ബ്രഹ്മപുരേ ദഹരം പുണ്ടരീകം വേശ്മ ദഹരഹ അസ്മിൻ അന്തരാകാശഃ തസ്മിന്നദന്തഃ തദന്വേഷ്ടവ്യം തദ്വാവ വിജിജ്ഞാസിതവ്യം എന്ന് ഛാന്തോഗ്യോപനിഷത്തിലെ 8:1 മന്ത്രം. ഭൂമശബ്ദം ബ്രഹ്മവാചകം എന്ന് നമ്മൾ മുമ്പേ കാണുകയുണ്ടായി. ഇനി അടുത്തത് ഈ ദഹര ശബ്ദവും അതേപോലെ തന്നെ പരമേശ്വരപരമാണെന്ന് കാണിക്കുന്നതാണ് ഈ ശ്രുതി എന്ന്. അപ്പം ഈ ശരീരത്തിൽ, അപ്പോൾ ഈ ശരീരത്തിനെയാണ് ഇവിടെ ബ്രഹ്മപുരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അഥ യദിദം അസ്മിൻ ബ്രഹ്മപുരേ എന്നാണ് ആദ്യത്തെ വരി. അഥ യദിദം അസ്മിൻ ബ്രഹ്മപുരേ, ഈ ബ്രഹ്മപുരത്തിൽ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ബ്രഹ്മപുരം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് എന്ന്. ബ്രഹ്മപുരം എന്ന് പറയുമ്പം ബ്രഹ്മാവിൻ്റെ പുരം എന്ന് പറയുമ്പോൾ നമ്മൾ പട്ടണം എന്ന് എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുരം എന്നുള്ള അർത്ഥമാണോ, ബ്രഹ്മം തന്നെയുള്ള പുരമാണോ? ഈ മാതിരിയുള്ളതെല്ലാം ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ബ്രഹ്മമെന്ന് ഇവിടെ ബ്രഹ്മപുരത്തിലെ ബ്രഹ്മശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാക്ഷാത് പരബ്രഹ്മമാണോ, അതോ ബ്രഹ്മ ലോകാധിപനായ ബ്രഹ്മാജിയാണോ, അഥവാ ഇനി ബ്രഹ്മം എന്ന് പറയുന്നത് ഇനി ജീവനെ തന്നെയാണോ? ഇങ്ങനെ ഉള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം ഇവിടെ നമ്മൾ കണ്ടെത്തണം എന്ന്. അപ്പം നമ്മൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് പകരം നേരെ അർത്ഥം എന്താണെന്ന് നോക്കിപ്പോയാൽ മതി. അപ്പോൾ ആ ഉത്തരത്തിൽ ബാക്കിയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ നിഷേധിക്കണം ആ ഉത്തരം കൊണ്ട്. അപ്പോൾ ഇവിടെ ബ്രഹ്മപുരം എന്ന് പറയുമ്പോൾ ശരീരമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ സൂക്ഷ്മമായും താമരമുട്ടുപോലെ ഇരിക്കുന്നതുമായ സ്ഥാനത്തിൽ, അതാണ് ഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്തർഭാഗത്ത് യാതൊരു സൂക്ഷ്മമായ ആകാശമുണ്ടോ, ആ സൂക്ഷ്മാകാശത്തിനുള്ളിൽ, ഇപ്പോൾ നമുക്ക് ഹൃദയാകാശം എന്ന് പറയുമ്പോൾ ഇത് ഹൃദയത്തിനുള്ളിൽ ഒരാകാശമുണ്ട്. അതിനെ ആധാരമായും ആധേയമായും ഇരിക്കുന്നതിനെ അന്വേഷിക്കേണ്ടതാകുന്നു എന്ന്. അപ്പോൾ ശ്രവണ മനനാദികൾ കൊണ്ട് അറിയണം എന്ന്. ഇപ്പോൾ വിജിജ്ഞാസിതവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജിജ്ഞാസിതവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ടതാണ്. അപ്പോൾ വിജിജ്ഞാസിതവ്യ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ശ്രോതവ്യ, മന്തവ്യ, നിധിധ്യാസിതവ്യ. അതും കൂടെ ആത്മാവാരെ വിജിജ്ഞാസിതവ്യ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ആത്മാവാരെ ശ്രോതവ്യ, മന്തവ്യ, നിധിധ്യാസിതവ്യ. അപ്പം ദ്രഷ്ടവ്യ എന്ന് പറയുന്നതും വിജിജ്ഞാസിതവ്യ എന്ന് പറയുന്നത് എല്ലാം ഒരേ അർത്ഥത്തിന്. ആത്മാവിനെയാണ് അറിയേണ്ടത്, ആത്മാവിനെയാണ് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരേ അർത്ഥത്തിൽ തന്നെ. ഇത് നമുക്ക് ബൃഹദാരണ്യോപനിഷത്തിലെ ആണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്ന ഭാഗമാണത്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഒന്ന് കാണാം ബ്രഹ്മപുരം, രണ്ടാമത്തേത് കാണാം അസ്മിൻ അന്തരാകാശ എന്ന്. ഇപ്പോൾ ആകാശം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അസ്മിൻ അന്തരാകാശ എന്ന് പറയുമ്പം ഇവിടെ ഈ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്ന
ഹൃദയത്തിനുള്ളിൽ ആകാശം എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആകാശം അവിടെ ഭൂതാകാശമാണോ, വിജ്ഞാനാത്മാവിനെ അഥവാ ജീവനെയാണോ, അതോ പരമാത്മാവിനെയാണോ കാണിക്കുന്നത് എന്ന്. അപ്പോൾ ഇതാണ് പുണ്ടരീകം വേശ്മ ദഹര അസ്മിൻ അന്തരാകാശ എന്ന പ്രയോഗം. അപ്പം ദഹരഹ ആകാശ എന്ന് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പം ദഹരാകാശം എന്ന് പറഞ്ഞാൽ അല്പാകാശം. ഹൃദയത്തിനുള്ളിൽ ഈ അല്പാകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഈ അല്പാകാശം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അത് ഭൂതാകാശത്തെയാണ്. അപ്പം ഭൂതാകാശം എന്നവിടെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഈ അവിടെ ഒരു അല്പാകാശം എന്ന് പറഞ്ഞല്ലോ, ആ അല്പാകാശം എന്ന് ഉദ്ദേശിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഘടാകാശം എന്നൊരു പ്രയോഗം നടത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഘടാവച്ഛിന്ന ആകാശം എന്നർത്ഥമാണ്. അത് ഭൂതാകാശത്തിൽ ഘടം വെച്ച് കഴിഞ്ഞിട്ട് ആ ഘടത്തിനുള്ളിൽ ഘടത്താൽ പരിമിതമാകപ്പെട്ട ഒരാകാശമുണ്ട്. അതിനെയാണ് ഘടാകാശം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഘടാകാശം ഭൂതാകാശം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് വേറെ സംശയത്തിൻ്റെ അർത്ഥമൊന്നുമില്ല. കാരണം ഭൂതാകാശത്തിലിരിക്കുന്ന ഘടം, ആ ഘടത്തിലിരിക്കുന്ന ഘടാകാശം, അപ്പം ഭൂതാകാശമല്ലാത്ത ഒരു ഘടാകാശമാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഘടാകാശം വേണമെങ്കിൽ നമുക്ക് വീണ്ടും പറയാം അല്പാകാശമാണെന്ന് പറയാം. അപ്പം മഹാകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് ഘടം ഇരിക്കുന്നത് ഏതാകാശത്തിലാണോ ആ ആകാശത്തെ മഹാകാശം എന്ന് വിളിച്ചു. എന്നിട്ട് ഘടാവച്ഛിന്നമായിട്ടുള്ള ഘടപരിമിതമായിട്ടുള്ള ഘടത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ആകാശം അല്പാകാശമാണ്. അപ്പം ഇവിടുത്തെ വാക്കനുസരിച്ചാണെങ്കിൽ ദഹരം ആണ്. അതൊരു ദഹരം തന്നെ. ദഹരം എന്ന് പറഞ്ഞാൽ അല്പമെന്ന് മാത്രമേ അകർത്തുള്ളൂ. അപ്പോൾ അല്പാകാശമാണ്. ആ ഘടാകാശം അല്പാകാശം അത് ഭൂതാകാശമാണോ? ഭൂതാകാശമല്ലാതെ മറ്റൊരാകാശമാവാൻ പറ്റത്തില്ല. അല്പാകാശം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭൂതാകാശമല്ലാതാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ചോദ്യം ഈ ഹൃദയാകാശം എന്ന് പറഞ്ഞാൽ ഭൂതാകാശമാണോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ എപ്പോഴും നമ്മുടെ സങ്കല്പത്തിൽ ഹൃദയാകാശം എന്ന് പറഞ്ഞാൽ ഭൂതാകാശം തന്നെയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ സങ്കല്പം ഇതോടുകൂടിയിട്ട് അവസാനിച്ചു എന്ന് അതൊന്ന് തിരിച്ചറിയൽ ഒരു വെല്ലുവിളിയാണ്. അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അപ്പോൾ അതാണ് ആകാശം ഭൂതാകാശമാണോ എന്നെടുത്ത് ചോദിച്ചത്. ഇനി അത് ഭൂതാകാശത്തെയാണോ? ഇനി രണ്ടാമതായിട്ട് വിജ്ഞാനാത്മാവിനെയാണോ? വിജ്ഞാനാത്മാ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനെയാണ്. അഥവാ ഇനി അത് ജീവനാണോ എന്ന്. അപ്പം ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ജീവന് ഒരു വിശേഷണം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? എന്താണ് ഭൂതത്തെ ജീവനിൽ നിന്ന് വേർതിരിക്കുന്നത്? എന്താണ്? ചേതനത്വം എന്നല്ല. ചേതനത്വം അല്ലാണ്ട് മറ്റൊന്നും തന്നെ അവിടെ ജീവനാക്കുന്നതായിട്ടില്ല. അപ്പം അചേതനം ചേതനം എന്ന്. അചേതനമായാൽ ഭൂതമായി, ചേതനമായാൽ ജീവനായി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം ചിത്ത് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞാൽ അത് ചിത്ത് യാതൊന്നിൻ്റെ വിശിഷ്ടം ആണ്. വിശിഷ്ടമാണ് ജീവൻ എന്നർത്ഥം. അപ്പം ഇവിടുത്തെ ജീവനാണോ എന്ന് ചോദിച്ചാൽ ചിത്ത് ആണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനെയാണ് വിജ്ഞാനാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഏതെങ്കിലും തരത്തിലൊന്നും പറയണമല്ല. അപ്പോൾ അതാണ് വിജ്ഞാനാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് അപ്പോൾ ഈ ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബോധം എന്ന് പറയും. അപ്പം ചിത്ത് എന്ന് പറയുന്നത് ബോധം തന്നെയാണ്. അപ്പോൾ ഹൃദയത്തിനുള്ളിൽ ഇരിക്കുന്ന ബോധം ആണോ? അത് ആ ബോധത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ബോധം എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അഹം എന്നുള്ളത് നിന്ന് അഭിന്നമായിട്ടുള്ള ബോധം എടുക്കണം. അഹം എന്നുള്ളതിൽ നിന്ന് അഭിന്നമായിട്ടുള്ള ബോധമാണ് ഈ ജീവത്വം എന്ന് പറയുന്നത്. അല്ലാതെ ജീവത്വം എന്ന് പറയുന്നത് ജീവത്വത്തിൻ്റെ ഒരു വിശേഷണമാണ് അഹം എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. എവിടെ അഹമുണ്ടോ അവിടെയാണ് ജീവനുള്ളത്. എവിടെ ജീവനുണ്ടോ അവിടെയാണ് അഹമുള്ളത് എന്നുള്ള അർത്ഥം. അതിനെ തന്നെയാണ് നമ്മളെപ്പോഴും ബോധം എന്നും പറയുന്നത്. അപ്പം ജീവൻ എന്ന് പറയുന്നത്, അഹം എന്ന് പറയുന്നത്, ബോധം എന്ന് പറയുന്നത് എല്ലാം ഒന്നൊന്നിൻ്റെ വിശേഷണം പോലെയൊക്കെ ഓരോ സന്ദർഭത്തിൽ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും വിശേഷണമായിട്ടൊന്നുമല്ല. വിശേഷ വിശേഷി സംബന്ധമൊന്നും
ഇവിടെ ഇല്ല. അഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ജീവൻ, അത് തന്നെയാണ് ബോധം എന്നുള്ളത്. ബോധമില്ലാത്തൊരഹമില്ല എന്നർത്ഥം. ജീവനില്ലാത്തൊരഹമില്ല. ജീവനില്ലാത്ത അഹം എന്ന് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ജീവനില്ലാത്ത അഹം, ജീവനില്ലാത്ത ബോധം, ബോധമില്ലാത്ത ദേഹം, ബോധമില്ലാത്ത ജീവൻ, ഇതൊന്നും സാധ്യമല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് പിന്നെന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഈ അഹമെന്ന് പറഞ്ഞാൽ പരിമിത അഹമാണ്. കാരണം അഹം എന്ന് എടുത്തു കഴിഞ്ഞാൽ അഹമല്ലാത്തത് എന്നുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ. അനഹം എന്ന് പറഞ്ഞാൽ അഹം, അനഹം, ഞാനും ഞാനല്ലാത്തതെന്ന് പറഞ്ഞ രണ്ടെണ്ണമുണ്ട്. അപ്പോൾ അതാണ് ഈ ഞാനല്ലാത്തതുള്ളത് കൊണ്ടാണ് ഞാൻ എന്നുള്ളത് പരിമിതമായ അഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനല്ലാത്തത് എന്ന് പറയുന്നത് ഇല്ല എങ്കിൽ പിന്നത് ജീവ എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. ഞാനല്ലാത്തത് ഉള്ളപ്പോൾ ഉള്ള അഹമാണ് ഞാൻ എന്ന ജീവനെ സൂചിപ്പിക്കുന്ന അഹം. അപ്പോൾ ആ അഹമാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതാണ് ജീവൻ, അതാണോ കാണിക്കുന്നത്. പിന്നെ മൂന്നാമത്തേത് എന്ന് പറയുന്നത് പരമാത്മാ. അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണേ ഉള്ളൂ. ഒന്ന് ഭൂതം, രണ്ട് ജീവൻ, മൂന്ന് പരമാത്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തേത് പരമാത്മാ ആണോ എന്ന്. അപ്പം പരമാത്മാ ആണോ എന്നുള്ളതിനിപ്പോൾ എന്താ? അപ്പം ചിത്ത് എന്നുള്ളത് പരമാത്മാവിനും ബാധകമാണ്. നമ്മൾ ജീവാത്മാവിനും ബാധകമാണ് എന്ന് പറഞ്ഞത് മാതിരി ബാധകമായിട്ടുള്ള ഒന്ന് പരമാത്മാവിനും കൂടിയാണ്. കാരണം അവിടെ പരമാത്മാവിനെ രണ്ടിലേതെങ്കിലും ഒന്നിൽ നമുക്ക് പെടുത്തേണ്ടി വരും. ഒന്ന് ചിത്ത്, രണ്ട് അല്ലെങ്കിൽ അചിത്ത്. ഒന്ന് ചിത്ത് അല്ലെങ്കിൽ അചിത്ത് എന്ന് പറയും. അപ്പോൾ അചിത്ത് എന്ന് പറഞ്ഞാൽ അചിത്ത് ഇപ്പോൾ തന്നെ ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. അചിത്ത് എന്ന് പറഞ്ഞാൽ ഭൂതമാണെന്ന് വിശേഷണം കൊടുത്തു. അപ്പം പരമാത്മാ അചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂത സാമാന്യത്തിലേക്ക് പോകും. ഭൂതങ്ങളിൽ ഒന്നായിട്ട് മാറും. ഭൂതങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളിൽ ഇത്രയേ ഉള്ളൂ, 5 ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ 6ാമതൊരു ഭൂതമായിട്ട് നമ്മൾ ബ്രഹ്മത്തിനെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ പരമാത്മാവിനെ കൊണ്ടുപോയിട്ട് ഇരുത്തേണ്ട കാര്യമില്ല. പിന്നുള്ളത് ഏതാ എന്ന് മാത്രമല്ല, സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ, ഇങ്ങനെയൊക്കെയുള്ള വിശേഷണം ഉണ്ടല്ലോ. അപ്പോൾ വിശേഷണമൊന്നും അവിടെ ഭൂതത്തിന് ചേരത്തില്ല. ജ്ഞാനം ബ്രഹ്മ, സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മയിലെ ജ്ഞാനശബ്ദം ഭൂതത്തിന് ചേരത്തില്ല. അതുകൊണ്ട് ഭൂതത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അചിത്ത് വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല എന്ന്. പിന്നുള്ളത് ചിത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിത്തിൽപ്പെടുത്തണമെന്ന് പറയും. അപ്പോൾ ചിത്തിൽപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ ഓൾറെഡി ചിത്തായിട്ട് നമ്മൾ കണ്ടത് ജീവാത്മാ ചിത്തായിട്ട് കണ്ടു. അപ്പോൾ അനേകം ജീവാത്മാക്കളെ ഉണ്ട് എന്നുള്ളതും നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനകത്ത് വിരോധമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അനേകം ജീവാത്മാക്കളോട് അനേകം ജീവാത്മാക്കളുടെ കൂട്ടത്തിലുള്ള ഒരു ജീവാത്മാവിന് സമമായിട്ട് സ്ഥാനമുള്ള എന്നാൽ ജീവാത്മാവല്ലാത്ത ചിത്ത് സ്വഭാവത്തോടുകൂടിയ പരമാത്മാ, അങ്ങനെയെന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭക്തന്മാരും പിന്നൊരു ഭഗവാൻ. അപ്പം ഭക്തന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ മാതിരി ഭക്തന്മാരെല്ലാവരും ഭഗവാനെ നോക്കുന്നു, ഭഗവാന് പുഷ്പങ്ങൾ അർച്ചിക്കുന്നു. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു എൻറ്റിറ്റി. അതായത് ഒരു ജീവൻ മറ്റൊരു ജീവനോട് ആദാന പ്രദാന വ്യവഹാരത്തിൽ ഏർപ്പെടുന്നത് പോലെ, അതായത് കൊടുക്കുന്നു, വാങ്ങുന്നു, നോക്കുന്നു, ചിരിക്കുന്നു, കൈ കൊടുക്കുന്നു, സന്തോഷിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ആഹാരം കഴിപ്പിക്കുന്നു. ഇതൊക്കെയാണല്ലോ ഈ വ്യവഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വിഹാരശയ്യാസനങ്ങൾ. ഇതൊക്കെയാണ് സൗഹൃദത്തിൻ്റെയൊക്കെ ലക്ഷണമായിട്ടുള്ളത്. അതെല്ലാം ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, കഥകൾ പറയുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതുപോലെ ഇവിടെ ഭക്തനും ഭഗവാനും കൂടെ ഒന്നിച്ചിരുന്നു കൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതായത് ആദാനപ്രദാനങ്ങളുണ്ട്. ഭക്തൻ അങ്ങോട്ട് കൊടുക്കുന്നു, ഭഗവാൻ ഇങ്ങോട്ട് തരുന്നു. ഭക്തനെ അങ്ങോട്ട് സ്തുതിക്കുന്നു, ഭഗവാൻ ഇങ്ങോട്ട് ഭക്തനെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വർത്തമാനം പറയുന്നു. ആ സന്തോഷം വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ തന്നെയാണ് ഉത്തമന്മാരിൽ ഉത്തമനായിട്ടുള്ളവൻ, നിന്നെ ഞാൻ സകല ദുരിതത്തിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കാം. അപ്പം ഭഗവാനെ അങ്ങ് ത്രിഭുവനങ്ങളുടെ അധിപതിയാണ് എന്ന് ഭഗവാനെ ഭക്തൻ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നു. നിന്നെ
ഇഹലോകത്തിലും പരലോകത്തിലുള്ള സകല ദുരിതത്തിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ ഭക്തനെ സന്തോഷിപ്പിക്കുന്നു. ഇത് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാന് പുഷ്പങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു. ഭഗവാൻ ഇവന് വേണ്ടത് ഇതാണ്, എന്താണ്, ആ ഒരു 10 വർഷത്തേക്ക് ചക്രവർത്തി സ്ഥാനം അല്ലെങ്കിൽ സർവരാലും ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥാനം ഞാൻ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കുറച്ച് കൊടുക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. അങ്ങനത്തെ ഒരു ചേതന വിശിഷ്ടത്വം കൽപ്പിച്ചാൽ ആ കൽപ്പിക്കപ്പെട്ട ചേതനാവിശേഷത്തോടു കൂടിയ ഈ പറഞ്ഞിരിക്കുന്ന എൻറ്റിറ്റിയെയും നമുക്ക് പരമാത്മാ എന്ന് വിളിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. അപ്പോൾ അവിടെ പരമാത്മാ എന്നല്ല പറയുന്നത്, പരമേശ്വരൻ എന്ന് പറയുന്നതാണ് സാധാരണ കൂടുതൽ യോജിച്ച് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന ആ ഈശ്വരനെയാണോ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെയും വേണം ചോദിക്കാമല്ലോ. ഇനി അങ്ങനത്തെ ഒരു വ്യവഹാരം സാധ്യമല്ലാത്തതായ പരമാത്മാവിനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യവഹാരം സാധ്യമല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധിക്കാൻ സാധ്യമല്ലാത്ത, അത് നമ്മൾ പലപ്പോഴും നമ്മൾ കാണുകയുണ്ടായി. ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ആരാധിക്കാൻ സാധ്യമല്ലാത്ത, നമുക്ക് ആവശ്യപ്പെട്ട് നമുക്ക് മുന്നിൽ നിൽക്കാൻ സാധ്യമല്ലാത്തതായ, നമുക്കൊന്നും തരാത്തതായ, അങ്ങനെയും പറയാമല്ലോ. നമുക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എങ്കിൽ പിന്നെ നമുക്കൊന്നും തരാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ടൊന്നും പ്രശംസിക്കാൻ പറ്റത്തില്ല, നമ്മളെടുത്തും പ്രശംസിക്കാത്ത, വ്യവഹാര സാധ്യമല്ലാത്ത, അവ്യവഹാര്യം, ഇതിനാണ് അർത്ഥം. അവ്യവഹാര്യമായിട്ടുള്ള പരം പുരുഷൻ, പരം ചേതന എന്നൊക്കെ പറയുന്ന, പരമാത്മാ എന്നൊക്കെ പറയുന്ന മറ്റൊന്ന്, ഒരു എൻറ്റിറ്റി. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണോ ഇതിനകത്ത്? അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇതിൽ എന്തായിരിക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ദഹരാകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ചോദ്യം. ദഹരാകാശത്തിൽ പരബ്രഹ്മം ഇരിക്കുന്നു എന്നോ പരമാത്മാവ് ഇരിക്കുന്നു എന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. അതാണ് ദഹരാകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ദഹരാകാശം എന്ന് പറയുന്നത് പുണ്ഡരീകത്തിലിരിക്കുന്ന, ഹൃദയപുണ്ഡരീകത്തിൽ ദഹരാകാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദഹരാകാശം ഇവിടെ പരമാത്മാവാണോ, ജീവാത്മാവാണോ, ഭൂതാകാശമാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ ചോദ്യവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വിഷയം ഇച്ചിരി ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത്. സാധാരണ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അതായത് ഹൃദയാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതാകാശമാണ് നമ്മുടെ ബുദ്ധി കിടക്കുന്നത്. അപ്പോൾ ഹൃദയാകാശം, ഭൂതാകാശത്തിൽ പിന്നെ അവിടെ ഒരു ചേതന വിശിഷ്ടത്വത്തോടു കൂടിയിട്ട് ഭഗവാന് നമ്മൾ വന്നു പോകുന്നതോ മയങ്ങിക്കിടക്കുന്നതോ അറിയാതെ കിടക്കുന്നതോ അല്ലെങ്കിൽ അനിർവചനീയമായിട്ട് കിടക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു ഭഗവാനെ കൂടി അവിടെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ മുത്തിനകത്തൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ ഒരു നൂല് കടക്കുന്നത് പോലെ മുത്തിനുള്ളിനുള്ളിൽ ഇരിക്കുന്ന ദ്വാരം പോലത്തെ ഒരു ഹൃദയത്തിലിരിക്കുന്ന ആകാശം, അതിലൂടെ നൂല് കടന്നു പോകുന്നത് പോലെ പരമാത്മാ കടന്നു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ പരമാത്മാ കടന്നു പോകുന്നു പറഞ്ഞാൽ പരമാത്മാ അവിടെ സന്നിഹിതമായി. ഇനിയിപ്പോൾ ആ സന്നിഹിതമായിരിക്കുന്ന അവിടെ മാത്രം തിരിച്ചറിയും. ഇനിയിപ്പം പരമാത്മാവിനെ അടുത്ത മുത്തിലെ അടുത്ത അവിടെയുള്ള ആകാശത്തിൽ കടന്നു പോകുന്ന നൂല് പോലെ അടുത്ത വ്യക്തിയുടെ ഹൃദയത്തിലെ ആകാശത്തിൽ പിന്നെ പരമാത്മാവിനെ അവിടെയും പ്രകടമാകും. ഇങ്ങനെ ദേഹം തോറും ദേഹാന്തരം ഹൃദയാകാശത്തിൽ മാത്രം അഭിവ്യക്തമായിട്ട് സ്ഥിതി ചെയ്തു പോകുന്ന ഒരു പരമാത്മ എന്നുള്ളൊരു വിശിഷ്ടത്വം അവിടെ കൽപ്പിക്കപ്പെട്ട രീതിയിൽ നമ്മൾ വേണമെങ്കിൽ സങ്കല്പിച്ചു എന്ന് വരാം. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? ഇങ്ങനെയൊക്കെയാണ് സങ്കല്പങ്ങൾ പോകുന്നത് എന്നാണ് പറഞ്ഞത്. സങ്കല്പിക്കുന്നവർക്ക്, അല്ലാതെ എല്ലാവർക്കും ഒന്നുള്ള അർത്ഥമില്ല. പല രീതിയിൽ സങ്കല്പിക്കുന്നത്, ഇതൊന്നും ശാസ്ത്രമാണെന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. ആൾക്കാരുടെ ഓരോ തരത്തിലുള്ള സങ്കല്പങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച വരുന്നത്. മുഴുവൻ വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പങ്ങളുടെ ഉള്ള ചർച്ചയാണ്. ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അവസാനവും പറയാനുള്ള ഒറ്റ വരിയേ ഉള്ളൂ: സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. അപ്പം പിന്നെ ബാക്കി പറയുന്നത് മുഴുവൻ ഓരോരുത്തരുടെ സങ്കല്പങ്ങൾ
ഇതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എങ്ങനെയാണ്, എന്തെല്ലാം ആയിരിക്കാം സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ആ സങ്കല്പങ്ങളെല്ലാം എത്രത്തോളം അതിനുള്ളിൽ സത്യമേത് സത്യമല്ലാത്തത് ഏത് എന്ന് അവരുടെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അവർക്ക് എങ്ങനെ സത്യത്തിലേക്ക് കടക്കാം, അല്ലെങ്കിൽ അവരുടെ സങ്കല്പം തന്നെ സത്യമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്നുള്ളത്. അത് സത്യമാണെങ്കിൽ നമുക്കത് ഫോളോ ചെയ്തൂടെ എന്നുള്ളതാണ്. ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ ചർച്ചകൾ പോകുന്നത്. ഒരു ഭക്തനാണെന്നുണ്ടെങ്കിൽ ഭഗവാന് ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഭഗവാനെയാണ് ആരാധിക്കേണ്ടതെന്നുള്ള കാര്യത്തിനും സംശയമൊന്നുമില്ല. അപ്പം ചർച്ച വരുന്നത് ഇവിടുത്തെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹരാകാശം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ചർച്ച വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഈ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സംശയങ്ങൾ ഒരുപാട് വരികയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ആശയങ്ങളിൽ വ്യക്തത വരാത്തവർ, ഭക്തി ഉറയ്ക്കാത്തവർ, ആധ്യാത്മീയതയെ തന്നെ വിശ്വാസത്തോടുകൂടി കാണാത്തവർ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രം ഒന്നാമത് ബ്രഹ്മസൂത്രം ആരും പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കാത്തത്, രണ്ടാമത് പഠിച്ച് മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ്, അല്ലാതെ ആചാര്യന്മാർക്ക് ബ്രഹ്മസൂത്രം അറിയാത്തത് കൊണ്ടൊന്നുമല്ല. അത് ഈ മാതിരിയുള്ള ചർച്ചകളായതുകൊണ്ട്. അപ്പോൾ നമ്മളൊരു ഭാഗവതം വായിച്ചാൽ നമ്മുടെ മനസ്സിന് ആ ഒരു ഹൃദയത്തിലൂടെ നമ്മുടെ ഭക്തിയുടെ ഒരു രസം അതാണ്. അത് രസം ഇങ്ങനെ ആദ്യന്തം കിട്ടിക്കൊണ്ട് പോകുന്നത് പോലത്തെ ഒരു സുഖാനുഭവം ബ്രഹ്മസൂത്ര വിചാരത്തിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മസൂത്രം നമ്മുടെ ഓരോ വായിച്ചു പോകുന്ന, ചിന്തിച്ചു പോകുന്ന വിഷയങ്ങളുടെ ഒരു പുനരവലോകനമാണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഏതാണ് ചുരുക്കത്തിൽ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആദ്യത്തെ നമുക്കെടുക്കാം, ബ്രഹ്മപുരം എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ. അപ്പം മന്ത്രം ഇതാണ്, അഥ യതിതമസ്മിൻ ബ്രഹ്മപുരേ എന്നുള്ളതാണ്. അപ്പം ബ്രഹ്മപുരം എന്ന് പറയുന്നത് വെച്ച് നോക്കാം, എന്താണ് ബ്രഹ്മപുരം. അപ്പം ഇങ്ങനെയാണ്, ബ്രഹ്മപുരം എന്നതിലെ ബ്രഹ്മശബ്ദത്തിന് ജീവനെന്നും ജീവനായ ബ്രഹ്മത്തിന് വസിപ്പാനുള്ള പുരം എന്നും അർത്ഥം കൽപ്പിച്ചുകൊണ്ട് ശരീരത്തെ കാണിക്കുന്നുവോ എന്ന്. അപ്പോൾ ഒന്നാമത്തെ ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനിരിക്കാനുള്ളത്. ബ്രഹ്മം എന്ന് പറയുന്നത് ജീവനാണ്. അങ്ങനെയാണെങ്കിൽ ജീവൻ ഇരിക്കാനുള്ളത് ബ്രഹ്മപുരം. അങ്ങനെ അർത്ഥമാണോ എന്ന് ഒന്നാമത്തെ ചോദ്യം. അല്ല, ബ്രഹ്മത്തിൻ്റെ തന്നെ പുരം ബ്രഹ്മപുരം എന്ന അർത്ഥം നിശ്ചയിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് ബ്രഹ്മത്തിൻ്റെ പുരം, അതാണ് ബ്രഹ്മം. അപ്പോൾ അവിടെ ജീവനല്ല, ബ്രഹ്മത്തെ തന്നെ ഡയറക്റ്റ് ബ്രഹ്മം നിർത്തും. ആ ബ്രഹ്മത്തിൻ്റെ തന്നെ പുരമാണോ ബ്രഹ്മപുരം. രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ ഇതിൻ്റെ മറുപടി ഇതാണ്. അപ്പം ദഹര ശബ്ദം അതായത് ദഹര ശബ്ദത്തിന് ശേഷം വരുന്ന വാക്യശേഷം, ആ വാക്യശേഷത്തിൽ ഇപ്രകാരം ഉള്ള പ്രയോഗമുണ്ട്, യസ് യാവാൻ വാ അയം ആകാശഃ താവാനേഷഃ അന്തർഹൃദയ ആകാശഃ ഉഭേ അസ്മിൻ ദ്യാവാ പൃഥിവി അന്തരേവ സമാഹിതേ എന്ന്. അതായത് ഛാന്തോക്യത്തിലെ 8:1 മൂന്നാമത്തെ മന്ത്രം. ആ മൂന്നാമത്തെ മന്ത്രത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഹൃദയാകാശത്തിൽ ദ്യുലോകം പൃഥിവി എന്ന രണ്ടും അടങ്ങിയിരിക്കുന്നു എന്ന്. ദ്യുലോകവും പൃഥിവിയും സ്വർഗവും ഭൂമിയും അടങ്ങിയിരിക്കുന്നത് ഈ ദഹരാകാശത്തിലാണ് എന്നും. അപ്പോൾ അതുകൊണ്ട് അല്പാകാശം എന്ന് പറഞ്ഞാൽ ഈ അല്പാകാശത്തിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഈ ആകാശം ഇപ്പോൾ
എന്തൊരാകാശമായി ഇത്? അതായത് ഭൂതാകാശം എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ വ്യാപ്തി വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഏതൊരാകാശത്തിൽ അടങ്ങിയിരിക്കുന്നോ ആകാശത്തെയാണ് ഇവിടെ ഇപ്പോൾ ദഹരാകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രയോഗത്തിൽ അല്പാകാശം എന്നേ ഉള്ളൂ, പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമാകാശം എന്നുള്ള അർത്ഥം തന്നെ കൊടുക്കുക. അതായത് ഭൂമം എന്ന് പറഞ്ഞാൽ വലുത് എന്നുള്ള അർത്ഥം, ബൃഹദാകാശം എന്നാണ്. ഇപ്പം ദഹരാകാശവും നമ്മൾ പറഞ്ഞു എന്നുണ്ടെങ്കിലും അത് അല്പം അല്ല എന്ന് സാരം. ജായാനാകാശാത് എന്ന് നമുക്ക് ഈ ശതപഥ ബ്രാഹ്മണത്തിൽ പ്രയോഗമുണ്ട്. ആകാശത്തേക്കാളും വലുതാണ് എന്ന്. അതായത് ബ്രഹ്മപുരം എന്ന നാമധേയം ശരീരത്തിനുണ്ടായത് ജീവൻ നിമിത്തമാകിയാൽ രാജാവിന് രാജ്യത്തിൽ ഒരു സ്ഥാനത്തിന് പുരം എന്നതുപോലെ ജീവനും ഒരു സ്ഥാനം ഇരിക്കട്ടെ എന്ന് വാദിച്ചാൽ അങ്ങനെയല്ല അർത്ഥം. ഈ പുരം പരമാത്മാവിൻ്റെ പുരം തന്നെ ആയിരിക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മപുരം എന്ന പേരുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇത് പോയിരിക്കുന്നത്. അതായത് ദഹരാകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്പാകാശം എന്ന പ്രയോഗത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അത് സമഷ്ടിയും സ്ഥിതി ചെയ്യുന്നത് ഈ ആകാശത്തിലാണ്. അപ്പോൾ അങ്ങനെ സമഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ദ്വിലോകം മുതൽ പൃഥ്വി വരെയുള്ള സകലത്, ഇതാണ് ഈ സമഷ്ടി എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സമഷ്ടിയും സ്ഥിതി ചെയ്തിരിക്കുന്നത്, സർവ്വതും സ്ഥിതി ചെയ്തിരിക്കുന്നത് ദഹരാകാശത്തിലാണെങ്കിൽ ആ ദഹരാകാശം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഭൂതാകാശത്തിന് പ്രസക്തിയില്ല. അപ്പോൾ പിന്നെ ദഹരാകാശം എന്ന് പറഞ്ഞിരിക്കുന്ന പരമാത്മാവിനെ തന്നെയാണ്. അപ്പോൾ പരമാത്മാവിലാണ് ഇത് സമസ്തവും നിൽക്കുന്നത് എന്ന് മാത്രമേ ഇവിടെ അർത്ഥമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പരമാത്മാവിന് ഇരിക്കുന്ന സ്ഥലമായിട്ടാണ് ബ്രഹ്മപുരം എന്ന പ്രയോഗം നടത്തിയിരിക്കുന്നത്. അതാണ്. അപ്പോൾ അത് ബ്രഹ്മപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നർത്ഥമല്ല, പരമാത്മാവിനിരിക്കുന്ന ഇടം, പരമാത്മാവിൻ്റെ പുരം തന്നെ എന്നാണ് അർത്ഥം എന്ന്. സ ഏതസ്മാത് ജീവഗനാത് പരാത്പരം പുരുഷയം പുരുഷമീക്ഷത്തെ ഈ പരമായിട്ടുള്ള ജീവഖനാത് എന്ന പ്രയോഗം നടത്തി. പരസ്മാത് ജീവഖനാത്. അപ്പോൾ ഇവിടെ ഈ ജീവഖനം എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഖനം എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ബോധഖനം എന്നൊക്കെയുള്ള പ്രയോഗമൊക്കെ നമ്മളവിടെ കാണും. അപ്പം ഖനീഭൂതമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. ഖനീഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഈ ഖനീഭൂതം എന്നുള്ള പ്രയോഗം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ജീവഖനം എന്നുള്ള പ്രയോഗത്തിൽ ഈ ജീവത്വം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി എന്ന രീതിയിൽ കിട്ടുന്നു എന്ന് മാത്രമേ അർത്ഥം എടുക്കേണ്ടതുള്ളൂ. അല്ലാതെ ജീവനൊരു രൂപമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ജീവഖനം എന്നവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അസ്തിത്വമുള്ള ജീവാത്മ എന്ന് മാത്രമാണ് എടുക്കേണ്ടത്. അതായത് ജീവത്വം ഒരു പ്രതിഭാസമാണെന്നും അതിന് സ്വയം ഒരു അസ്തിത്വം ഇല്ല എന്നും ആ രീതിയിൽ വാദങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ. ആ സിമ്പിൾ വാദം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഈ രാസദ്രവ്യങ്ങളുടെ ഫലമായിട്ട് രാസദ്രവ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ് ഉള്ള ഒരു പ്രതിഭാസം മാത്രമാണ് ജീവത്വം. ഈ രാസദ്രവ്യങ്ങൾ വിഘടിച്ച് കെമിക്കൽ റിയാക്ഷൻ എന്നതിനെ പോലെ ഒരു തരത്തിൽ അതിൻ്റെ ഒരു പ്രകടനം ഉണ്ടായി എന്ന് മാത്രം. ആ പ്രകടനം അത് അല്പസമയത്തേക്ക് മാത്രം നിൽക്കുന്നു, പിന്നെ അത് ഇല്ലാതായി പോകുന്നു, എന്നേക്കുമായിട്ട് തന്നെ ഇല്ലാതായി പോകുന്നു. ഈ തരത്തിലാണ്. അതുകൊണ്ട് ജീവത്വം എന്ന് പറയുന്ന ഒരു സ്ഥായി ഭാവം ഇല്ലാത്തതാണ് എന്ന രീതിയിലുള്ള വാദങ്ങൾ ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ശരീരോത്പത്തിയോടുകൂടി ജീവൻ വരുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റേതായിട്ടുള്ള രാസദ്രവ്യങ്ങളുടെ ആ ഒരു എന്തൊക്കെയോ കാരണങ്ങളെന്ന് പറയുന്നു. അതുകൊണ്ട് നിൽക്കുന്നു, ശരീരത്താൽ നിൽക്കുന്നു, ശരീരം പോകുന്നതോടുകൂടി എന്നേക്കുമായിട്ട് പോകുന്നു. ഇതൊരു ചില്ലറ വാദമൊന്നുമല്ല. ഈ ഒരുപാട് ആധ്യാത്മിക ആൾക്കാരുടെ കൊണ്ടു നടക്കുന്ന ആധ്യാത്മികതയുടെ ഈ ആചാര്യന്മാരുടെ വാക്കുകൾ എന്നുള്ള അർത്ഥമല്ല, ആധ്യാത്മികതയിൽ നിന്നുകൊണ്ട് സാധന ചെയ്തിട്ട് അവരും ഭജിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ കൂട്ടത്തിൽ തന്നെയാണെങ്കിലും അവരുടെയും ഒരു ദൃഷ്ടിയിൽ ഇതാണ് ജീവത്വം എന്ന് പറയുന്നത്. അത്
ഈ തരത്തിൽ ഉള്ള ഒരു കെമിക്കൽ കോമ്പിനേഷൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ പ്രകടമായിരിക്കുന്ന എന്തോ ഒരു പ്രതിഭാസം. ഇത്രയേ ഉള്ളൂ. ഒരു പ്രതിഭാസത്തിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് ഇങ്ങനെയും കൂടെ ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ വ്യാഖ്യാനിച്ചു പോകാം. അതായത് ഈ ജീവത്വം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. അങ്ങനെ പകർന്ന് പോയിട്ട് അതങ്ങ് നിലനിന്ന് പോകാം. അതായത് ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപം പകർന്നു, എന്നിട്ട് ഈ പഴയ ദീപം പൊലിഞ്ഞു പോയി. അപ്പം പഴയ ദീപം പൊലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അത് അവശേഷിക്കുന്നേ ഇല്ല. ഇനി അതേസമയം പുതിയ ദീപമായിട്ട് അത് തിളങ്ങുന്നുമുണ്ട്. അങ്ങനെ ഒരു തുടർച്ച വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് പിതാവും മാതാവും രണ്ടുപേരും കൂടെ ഒരു പുത്രന് ജന്മം നൽകി. പിതാവെന്ന് മാത്രം പറയേണ്ട കാര്യമില്ല, പിതാവും മാതാവും കൂടെ ജന്മം നൽകി. എന്നിട്ട് പിന്നെ അതിനുശേഷം ആ പുത്രനിലൂടെ പിന്നെ പുത്രനാണ് ജീവാത്മാവായിട്ട് നിൽക്കുന്നത്. പിന്നെ അതിനുശേഷം പുത്രൻ എന്ന് പറയുന്ന ശരീരവും പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള ജീവാത്മത്വം. അപ്പോൾ ആ ദീപം അത് പിന്നെ അടുത്ത വേറൊരു ദീപത്തിലേക്ക് പകർന്നാൽ അത് തുടരും, പകർന്നില്ലെങ്കിൽ അതങ്ങ് പോകും. ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭാസ രൂപമായിട്ടുള്ള ജീവത്വത്തെയും കൊണ്ട് നടക്കുന്ന അത് ചില്ലറ ആൾക്കാരൊന്നുമില്ല, വലിയ ആൾക്കാരൊക്കെയാണ്. അവർ ഒരുപാട് കാലം ഈ മന്ത്രവും തന്ത്രവും ഒക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ നിൽക്കുന്നത് ഈ ഒരു ഐഡിയ തന്നെയാണ്. അങ്ങനെയുള്ള ജീവത്വമുണ്ട്. അപ്പോൾ അതിനാണ് ജീവഖനം എന്നുള്ള പ്രയോഗം. ജീവഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നിത്യത്വമുണ്ട് എന്ന് സാരം. ജീവഖനത്തിന് മാത്രമേ ഈ നിത്യത്വം എന്ന് പറയാൻ ജീവ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറയാൻ പറ്റത്തില്ല ജീവഖന ശബ്ദത്തിനാൽ. അപ്പോൾ അതുകൊണ്ട് ജീവഖനാത്, ഏതസ്മാത് ജീവഖനാത്, അതായത് ഈ മാതിരിയുള്ള ചിന്തിക്കുന്നവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ അത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അവരെ നമുക്ക് മനസ്സിലാക്കിപ്പിക്കാൻ നമുക്ക് വലിയ പാടാണ്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതുമായിട്ട് അങ്ങനെ ചിന്തിച്ചു പോവാത്തവർക്ക് തോന്നുന്നു ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞത്, അനാവശ്യമാണല്ലോ പറഞ്ഞു. വേദാന്തത്തിൽ ഇത് അനാവശ്യമാണെന്ന് തോന്നുന്നവരുടെ അടുത്ത് ഒരു കാര്യം പറയാം. വേദാന്തത്തിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം അനാവശ്യമാണെന്ന് പറയുന്ന വേറെ ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് മൗനം വ്യാഖ്യ എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമാണെന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട്. അതുകൊണ്ട് ഇത് അനാവശ്യമാണ് അത് അനാവശ്യമാണെന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്തു നിന്ന് അങ്ങനെ ആൾക്കാരുണ്ടല്ലോ, അത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ജീവഖനാത് പരാത്പരം പുരുഷം പുരുഷം ഇക്ഷത്തെ എന്ന്. അപ്പോൾ ഈ ജീവഖനത്തിനും പരാത്പരം എന്നുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ട്. പരത്തിനും പരമായിട്ട് പുരുഷയം എന്ന്, പുരത്തിൽ ശയിക്കുന്നതായ പുരുഷമീക്ഷത്തെ എന്ന്, പുരുഷനെ ദർശിക്കുന്നു എന്ന രീതിയിലുള്ള മന്ത്രമുണ്ടല്ലോ. സവായം പുരുഷ സർവാസു പൂർഷു പുരുഷയ എന്ന് ബൃഹദാരണ്യം, എല്ലാ പുരങ്ങളിലും വസിക്കുന്ന പുരുഷനെ കുറിച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സാരം. ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനിരിക്കുന്ന പുരം തന്നെയാണ്. മറ്റൊരർത്ഥം ജീവൻ എന്നുള്ള അർത്ഥം എടുക്കേണ്ട. ആ പുരത്തിനെയാണ് ബ്രഹ്മപുരമാണ് ദഹരാകാശം. ആ ദഹരാകാശത്തിലാണ് ദ്യുലോകം മുതൽ ഭൂമി വരെയുള്ള സകലത നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഷ്ടി നിൽക്കുന്നത് എന്നർത്ഥം. അപ്പം നമ്മുടെ ഈ ഭൂതാകാശത്തിനുപരിയായിട്ട് ആണോ, ഈ ഭൂതാകാശത്തിന് മുകളിലായിട്ടാണോ സ്വർഗം നിൽക്കുന്നത്, അതോ ഭൂതാകാശത്തിൻ്റെ ഭൂർദ്ധഭാഗത്താണോ സ്വർഗം നിൽക്കുന്നത്, ഇതൊന്നും ആൾക്കാർ കടന്നൊന്നും ചിന്തിക്കാതെ ഇത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആറ്റിറ്റ്യൂഡിൽ ഭൂതാകാശത്തിൻ്റെ മുകളിൽ സ്വർഗമായിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നർത്ഥം. അത് ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ല എല്ലാവർക്കും വേണമെന്നില്ല, അല്ല എന്തെങ്കിലും ഒരു ഭാഗത്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള മറുപടികളാണ് നമുക്ക് ഈ ഉപനിഷത്ത് മന്ത്രങ്ങളിൽ ഓരോരോ വാക്കുകളിലൂടെയും കൊടുത്തു പോയിരിക്കുന്നത്. അത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്ന് സാരം. ഇപ്പം ജീവഖനത്തിൻ്റെ അർത്ഥത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെ വാദങ്ങളെ നമുക്ക് നിഷേധിച്ച് കളയാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് കാണുകയുണ്ട്. ഇതേമാതിരിയുള്ള പ്രയോഗമാണ് ഇവിടെ ഉള്ളത് എന്ന്. അത് പിന്നെ ദഹരാകാശം എന്നുള്ള പ്രയോഗത്തിലൂടെ എന്തൊക്കെയാണ്, അത് അല്പാകാശം എന്നുള്ള പ്രയോഗമാണെന്നുണ്ടെങ്കിലും ഭൂതാകാശ സങ്കല്പം എന്ന് പറയുന്നത്
അത് 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 ഭൂരിപക്ഷം ആൾക്കാരുടെ കയ്യിലുള്ള ഒന്നാണ്. ഭൂതാകാശ സങ്കല്പത്തിനെ അതിക്രമിക്കാൻ ഭക്തരാണ്, ധ്യാനിക്കുന്നവരാണ്. പക്ഷേ ഭൂതാകാശ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് അവരെല്ലാവരും ധ്യാനിക്കുന്നത്. ദിവ്യത്വം അവിടെ കൊടുക്കുകയും ചെയ്യുന്നു, ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. പക്ഷെ അവരുടെ സൂത്രേ മണികണ ഇവ എന്നുള്ളത് അവരെ ഭൂതാകാശത്തിലേക്കാണ് ചേർത്ത് വെച്ച് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഒന്ന് ക്ലാരിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തരത്തിൽ ഇവിടെ വെച്ച് നോക്കി കഴിയുമ്പോൾ മാത്രമാണ് ആ വിഷയത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ധാരണ ശരിയല്ലാതെ പോയല്ലോ എന്ന് തോന്നാം. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോഴാണ് അത് ക്ലാരിറ്റി ഇവിടെയാണ് ഇപ്പോഴാണ് കിട്ടേണ്ടതിരുന്നത് എന്ന് മനസ്സിലാക്കി കിട്ടാനുള്ള ഒരു സമയമായത് എന്ന് മാത്രം വിചാരിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ മുമ്പ് നമ്മൾ ഛാന്ദോഗ്യോപനിഷത്തിനകത്തെ ലാസ്റ്റ് നമ്മളൊരു വരി കണ്ടല്ലോ, തദ്യഥായിഹ കർമ്മചിതോ ലോക ക്ഷീയത്തെ ഏവ തദേവാമുത്ര പുണ്യചിതോ ലോക ക്ഷീയത്തെ എന്ന്. അത് ഛാന്ദോഗ്യം 1:8-1:6 എന്ന്. അപ്പോൾ അതാണ് നമ്മൾ ഈ പുണ്യത്താൽ ക്ഷയിച്ചു പോകുന്നു എന്ന്, സ്വർഗാദികൾ എന്ന് പറയുന്നത്. കർമ്മത്താൽ കർമ്മഫലമായിട്ട് കിട്ടി ഇഹലോകം ക്ഷയിക്കുന്നത് പോലെ പുണ്യത്താൽ ലഭിച്ച സ്വർഗലോകവും ക്ഷയിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ വിഷയം അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം അത് ഇവിടെ കർമ്മത്താലോ പുണ്യത്താലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മകാണ്ഡം എന്ന് പറയുന്ന വിഭാഗത്തിന് മുഴുവൻ ഇവിടെ അങ്ങനെ, അതായത് ഈ നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇഹലോക സംബന്ധവും പരലോക സംബന്ധവുമായിട്ടുള്ള എല്ലാത്തിനെയും ഇവിടെ കവർ ചെയ്തു. അവയെല്ലാത്തിനേക്കാളും ഉത്കൃഷ്ടമാണ് ഈ ദഹരവിദ്യ എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് ദഹരാകാശ ജ്ഞാനം, ദഹരാകാശം പരമാത്മാവാണ്. ആ പരമാത്മാ ജ്ഞാനത്താൽ അവർക്ക് എന്ത് സിദ്ധിക്കുന്നു? ദഹരാകാശ വിജ്ഞാനത്താൽ സിദ്ധിക്കുന്ന അനന്തഫലത്വം എന്ന് ഉപദേശിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ ഭാഗം. അപ്പോൾ യഥായിഹ കർമ്മചിതോ ലോക ക്ഷീയത എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ഫലസിദ്ധി എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കാം. അടുത്ത സൂത്രം പറയുകയാണ് ഗതിശബ്ദാഭ്യാ. അപ്പം ഇവിടെ നമ്മളിനി ഈ സൂത്രത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയി നോക്കിക്കേ. സൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദഹരഹ ഉത്തരേഭ്യ എന്ന്. അപ്പം ഈ ഉത്തരേഭ്യ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ എന്നുള്ളതാണ് അർത്ഥം. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ എന്താ? ഈ ആകാശം, അതായത് ദഹരഹ ആകാശ പരമാത്മ എന്നുള്ളതാണ് ദഹരഹ എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ദഹരാകാശ ആത്മാ തന്നെയാണ്. പിന്നെ ഉത്തരേഭ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഹേതുവാണ്, കാരണമാണ് എന്ന് പറഞ്ഞാൽ തുടർന്ന് വരുന്ന ഭാഗത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ തുടർന്ന് വരുന്ന ഭാഗത്ത് മന്ത്രത്തിൽ ഈ ഭൂതാകാശം ഉൾപ്പെടെയുള്ള സകലതും നിൽക്കുന്നത് ദഹരാകാശത്തിലാണെന്നും ദഹരാകാശത്തെ അറിയുന്നവൻ ഇഹലോകത്തിലും പരലോകത്തിലും ലഭിക്കുന്ന അല്പമായിട്ടുള്ള എല്ലാത്തിനെയും അപേക്ഷിച്ച് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സർവത്തെയും പ്രാപിക്കുന്നു എന്ന് ഫലസിദ്ധിയോട് കൂടിയിട്ടുള്ളത് ഉള്ളതിനാൽ അതാണ് ദഹര ഉത്തരേഭ്യ എന്ന് പറയുന്നത്. ഗതിശബ്ദാഭ്യാം തഥാഹി ദൃഷ്ടം ലിംഗം ച എന്ന് 15ാമത്തെ സൂത്രം. അപ്പം ദഹരാകാശത്തിൽ ജീവന്മാർക്ക് സുഷുപ്തി കാലത്തിൽ ദിവസം തോറും പ്രവേശം പറഞ്ഞിരിക്കുന്നത് കൊണ്ടും എന്ന്. ഇപ്പം ദഹരാകാശത്തിൽ ജീവന്മാർക്ക് ദിവസം തോറും പ്രവേശം പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പം ഇവിടെ എന്താണ് ഈ ഗതി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശം. ഗതി ശബ്ദാഭ്യ എന്ന് പറയുമ്പോൾ ദിവസം തോറും ഇവിടെ
അപ്പോൾ അതെന്താണ് എൻ്റെ അർത്ഥം? ഇമാ സർവാഹ പ്രജാഹ അഹരഹർ ഗച്ഛന്തി ഏതം ബ്രഹ്മലോകം ന വിന്ദന്തി എന്ന് ഛാന്തോഗ്യം 8:3-2. ഇനി തുടർന്ന് വരുന്ന ഭാഗത്ത് ഇങ്ങനത്തെയാണ് മന്ത്രം കിടക്കുന്നത്. ഇമാ സർവാ പ്രജാഹ, സർവാ പ്രജാഹ ഇവിടെയുള്ള സർവ്വ പ്രജകളും സർവ്വ ജീവന്മാരും. ഇതാണ് ഈ പ്രജാഹ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഈ പ്രജാഹ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പബ്ലിക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന 4 പേരെന്ന് പറയുന്ന ആളും കേൾക്കുന്ന 4 പേരും എന്നുള്ള അർത്ഥത്തിലല്ല എന്നർത്ഥം. പ്രജാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറുമ്പാണെങ്കിലും പക്ഷിയാണെങ്കിലും ആനയാണെങ്കിലും പോത്താണെങ്കിലും എല്ലാം ഈ പ്രജാഹ എന്നുള്ള വിഭാഗത്തിൽ തന്നെ ആണ് വിടുന്നത്. അല്ലാതെ മനുഷ്യർക്ക് മാത്രം എന്നുള്ള പ്രയോഗമല്ല. ഇമാ സർവാ പ്രജാഹ അഹരഹർ ഗച്ഛന്തി, എല്ലാ ദിവസവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ ബ്രഹ്മവിചാരം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവർക്ക് ഒരു പ്രജയായിട്ടിരിക്കെ മറ്റൊരു പ്രജയെ എങ്ങനെ ഭക്ഷിക്കാൻ സാധിക്കുന്നു എന്നാണ്, എങ്ങനെ പീഡിപ്പിക്കാൻ സാധിക്കുന്നു, എങ്ങനെ നിന്ദിക്കാൻ സാധിക്കുന്നു, ഇതൊക്കെയാണ്. പിന്നെ പക്ഷേ ആ ഒരു അറിവില്ല എന്നുണ്ടെങ്കിൽ അസുരാഹ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ വിധത്തിലും അവരസുരരാകുന്നു, ഈ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെന്നുള്ളത്. ഇങ്ങനെയാണ് ശാസ്ത്രത്തിൻ്റെ വിചാരങ്ങൾ പോകുന്നത്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് പിന്നെ വിചാരം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് കൊണ്ടു നടക്കാൻ വാക്കുകൾ മതി. പിന്നെ അതിന്മേൽ എടുത്തുകൊണ്ട് തൂങ്ങി നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർ വിനോദത്തിലേക്ക് ഏർപ്പെട്ടുള്ളൂ. വിനോദം എന്ന് പറഞ്ഞാൽ കൊല്ലൽ ഉൾപ്പെടെയുള്ള വിനോദങ്ങളെല്ലാം ആണ് അവരുടെ രസമെന്ന് പറഞ്ഞാൽ. കൊല്ലുക, തിന്നുക, ഇങ്ങനെയൊക്കെയുള്ള വിനോദങ്ങൾ. അസുരന്മാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ അവർക്ക്? അസുരന്മാരുടെ വിനോദം എന്താ? വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അതേമാതിരി അപ്പോൾ ഇതാണ് ഇമാ സർവാ പ്രജാഹ അഹരഹർ ഗച്ഛന്തി. ഇവിടെ ഒരു പ്രയോഗം നോക്കിക്കുക, അഹരഹർ ഗച്ഛന്തി. അഹരഹർ എന്ന ദിവസം തോറും, ഗച്ഛന്തി പോകുന്നു. അതാണ് ഇവിടുത്തെ ഗതി ശബ്ദാഭ്യാം എന്നുള്ള പ്രയോഗം. അഹരഹർ ഗച്ഛന്തി ബ്രഹ്മലോകം ന വിന്ദന്തി എന്ന്. അവൻ ദിവസം തോറും പോകുന്നു, പക്ഷേ അവരറിയുന്നില്ല അവരെത്തിയത് ബ്രഹ്മലോകത്താണ് എന്ന്. അപ്പോൾ അവിടെ നമുക്കൊരു പ്രയോഗം കാണാം. ദിവസം തോറും അവർ എത്തുന്നു. ഏതിനോടാണ് എടുത്തുന്നത്? സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി എന്ന് 6-ാമത്തെ അധ്യായത്തിൽ പ്രയോഗമുണ്ട്. അത് തത്വമസി ഉപദേശത്തിലാണ്. സദാ സമ്പന്നോ ഭവതി എന്ന്. ദിവസം തോറും ഈ പ്രജകൾ സത്തിനോട് ചേർന്നവരാകുന്നു എന്ന്. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ദിവസമുള്ള ഉറക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 2 മന്ത്രങ്ങളിലൂടെയും സൂചിപ്പിക്കുന്നത് ദിവസേന ഉറങ്ങുമ്പോൾ അവൻ സത്തിനോട് ചേർന്നാണ് ഇരിക്കുന്നത് എന്ന്. അപ്പം സത്തിനോട് അവൻ ചേർന്നിരിക്കുന്നതിനാൽ അവൻ സത്താണ് എന്നും, അങ്ങനെ സത്തിനോട് ചേർന്നിരിക്കുന്ന അവൻ സത്താകിയാൽ ആ സത്ത് എന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ്. പരബ്രഹ്മത്തിനോട് ചേർന്നിരിക്കുന്നവൻ പരബ്രഹ്മമാണ്. അപ്പോൾ അവിടെയുള്ളത് പരബ്രഹ്മമാകുന്നതിനാൽ ഉറങ്ങിക്കിടക്കുന്നവനെ ചവിട്ടിക്കടന്നു പോകരുത് എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരബ്രഹ്മത്തെ ചവിട്ടിക്കടന്നു പോകാൻ ധൈര്യമുള്ളവൻ ഇന്നിപ്പം ആരാണ് ഇവിടെ ഉള്ളതെന്ന്. അതാണ്. പിന്നെ സാധാരണഗതി നമുക്ക് കാണാം, നമ്മുടെ പഴയ രീതിയും പഴയ സംസ്കാരവും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ അറിയാണ്ട് പോലും ചവിട്ടിക്കഴിഞ്ഞാൽ അല്ല ആരെ ചവിട്ടിയെന്ന് നോക്കത്തില്ല, തൊട്ട് തലയിൽ വെക്കും എന്നുള്ളതാണ്. അത് നമ്മൾ പഴയ സംസ്കാരത്തിൽ അതുണ്ട്. ഇപ്പം എന്നത്ര ഒരു പാലിക്കുന്ന തരത്തിൽ അത് ബസ് സ്റ്റാൻഡിലാണെങ്കിലും അതൊരു ശീലം ആണ്. ചവിട്ടിയാൽ ഉടൻ തന്നെ തൊട്ട് തലയിൽ വെക്കുക എന്നുള്ളത് ഒരു ശീലമുണ്ട്. അത് ആരെയെന്ന് നോക്കത്തില്ല. അത് നമ്മൾ ഇത്തിരി ഒരു പ്രായമുള്ള ഒരാളാണെങ്കിൽ ചെറിയൊരു കുട്ടിയെയാണ് ചവിട്ടുന്നതെങ്കിൽ അറിയാതെ അറിഞ്ഞിട്ട് ചവിട്ടിയിട്ട് പിന്നെ തൊട്ട് തലയിൽ വെക്കുന്നതല്ല. അറിയാണ്ട് ചവിട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വാഭാവികമായിട്ട് ഉടനെ കൈ പോകുന്നു, തൊട്ട് തലയിൽ വെക്കുന്നു. കുട്ടിയാണോ എന്ന് നോക്കത്തൊന്നുമില്ല. അങ്ങനത്തെയുള്ള ഒരു കൾച്ചറാണ് നമ്മുടെ പഴയ കൾച്ചർ എന്ന് പറയുന്നത്. അത് ഇനിയിപ്പോൾ ഒരു 150-200 വർഷത്തിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് പിന്നെ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗം കുറച്ചുകൂടി ഇപ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കൊണ്ട് നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന്.
പിന്നെന്താന്ന് പറഞ്ഞാൽ ചൂട് കൂടിക്കഴിയുമ്പോൾ പിന്നെ നല്ലൊരു വൃഷ്ടി വരുന്നത് പോലെ എപ്പോഴെങ്കിലും തിരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന സനാതന സംസ്കാരത്തിൻ്റെ ഒരു കനത്ത ഒരു കൊടുങ്കാറ്റും പേമാരിയും പോലുള്ള ഒരു വരവ് എപ്പോൾ വേണേലും ഉണ്ടാവാം. അത് വേറൊരു കാര്യം. എന്ന് വെച്ചാൽ ചൂട് കൂടുമ്പോഴാണല്ലോ ഇടിവെട്ടോട് കൂടിയിട്ടുള്ള പേമാരി ഉണ്ടാകും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സദാ എന്നുള്ളത് നമുക്ക് കാണാം. സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി എന്ന്. അപ്പോൾ ഇപ്രകാരം ഈ ദിവസേന, അതാണ് ഗതിശബ്ദാഭ്യാം തഥാ ഹി ദൃഷ്ടം എന്ന്, ദിവസേന ഈ ബ്രഹ്മപുരത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്നു, ബ്രഹ്മവുമായിട്ട് ഏകാത്മതയിൽ വർത്തിക്കുന്നു. അങ്ങനെ വർത്തിക്കുന്നത് ആണ് ഇവിടുത്തെ ഗതി എന്ന പ്രയോഗം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് കാണാം, അവൻ മറ്റെങ്ങുമല്ല പോകുന്നത്, അവൻ അവൻ്റെ ഹൃദയത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള ബ്രഹ്മവുമായിട്ട് അവൻ ഏകീഭവിക്കുന്നു. ആ സമയത്ത് അവന് ബ്രഹ്മമായിട്ട് ഏകീഭവിച്ചിരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അറിയുന്നവർ ജ്ഞാനികൾ, അവർ സർവത്തെയും അതിക്രമിച്ച് പുണ്യത്തെ ആർജിക്കുന്നു. ആ രീതിയിലുള്ള പ്രയോഗം മുമ്പ് കാണുകയുണ്ടായി. സർവകാമോ ഭവതി ആപ്തകാമോ ഭവതി, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണാം. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവൻ ബ്രഹ്മലോകം നവിന്ദന്തി, ഇവനത് അറിയുന്നില്ല. അറിയാത്തത് കാരണം പഴയ പോലെ സംസാരിയായിട്ട് തിരിച്ച് തുടരുന്നു എന്ന് മാത്രം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി